നമസ്തേ. നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം ആദർശ ലക്ഷ്യങ്ങൾ ആദർശ ലക്ഷ്യങ്ങൾ വിസ്മരിക്കുമ്പോഴാണ് മാത്രമാണ് പരാജയം സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ആദർശ ലക്ഷ്യങ്ങൾ വിസ്മരിക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ നമുക്കെന്താണ് നമ്മുടെ ലക്ഷ്യം? ഇവിടെ ആദർശ ലക്ഷ്യങ്ങൾ വിസ്മരിക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ എവിടെയാണ് നമുക്ക് പരാജയം, എവിടെയാണ് ജയം എന്ന് പറയുമ്പോൾ നമുക്കൊരു തരത്തിലുള്ള ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ, ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഗംഭീരമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഗംഭീരമായി പ്രവർത്തിക്കണമെങ്കിൽ നമ്മളൊരു പക്ഷേ പിന്നെ എന്നുള്ള ചിന്തയിൽ നിന്ന് ഗംഭീരമായി ഈ സമയം എന്നുള്ള ചിന്തയിലേക്ക് ഗംഭീരമായി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. പ്രവർത്തിക്കേണ്ടത് ഒരിക്കലും പിന്നൊരു ദിവസത്തേക്കല്ല, മറ്റുള്ളൊരു ദിവസത്തേക്കല്ല, മറ്റുള്ളൊരു നാളേക്കല്ല. എത്രമാത്രം ഗംഭീരമായി നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കുന്നുവോ, എത്രമാത്രം ഗംഭീരമായി നമുക്കിപ്പോൾ പ്രവർത്തിക്കാൻ പറ്റുന്നുവോ അത്രമാത്രം ഗംഭീരമായി നമ്മൾ പ്രവർത്തിക്കുക. അത്രമാത്രം ഉണർന്നുകൊണ്ട് നമ്മൾ നടക്കുക, ഉണർന്നുകൊണ്ട് ചിന്തിക്കുക, ഉണർന്നുകൊണ്ട് പ്രവർത്തിക്കുക, ഗംഭീരമായിട്ട് നമ്മൾ നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും എടുത്ത് പറയുന്നത് ആദർശ ലക്ഷ്യങ്ങളാണ്. അവിടെയാണ് നമ്മുടെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. അത് വിസ്മരിക്കുമ്പോഴാണ് നമുക്ക് പരാജയം സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് പരാജയം സംഭവിക്കുന്നത്? നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ പ്രവൃത്തിയിൽ കാണുന്നത്. ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ വയ്ക്കുന്നതിലുപരി മനസ്സിലുണ്ടായിരിക്കാം, പക്ഷെ ചെയ്യാനുള്ള പ്രവൃത്തി നമുക്ക് നമ്മുടെ പ്രവൃത്തിയിൽ കാണുകയും അതുപോലെ പിന്നൊരിക്കൽ ചെയ്യാതെ ഇപ്പോൾ തന്നെ എത്രമാത്രം ഗംഭീരമായി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നുവോ, ഇപ്പോൾ നമുക്ക് എത്രമാത്രം ഗംഭീരമായി പ്രവർത്തിക്കുന്നത് അത്രമാത്രം ശക്തിയുള്ളതാണ്, അത്രമാത്രം ശക്തിമത്താണ് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വിവരിക്കുന്നത്. കണ്ണുകൾ അടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.